ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും രഹസ്യമായിട്ട് പ്രേമിക്കുന്നുണ്ടോ? അതോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടച്ചാണ്. നിങ്ങൾ ആരോടിലൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ മുടിയിലൊക്കെ പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് പിടിക്കുക, നിങ്ങളുടെ വാച്ചിലൊക്കെ പിടിക്കുക, ഇങ്ങനെയൊക്കെ കയ്യിലും മേത്തൊക്കെ തൊട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഒരു ചെറിയ ക്രഷൊക്കെ ഉണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കോൺവെർസേഷൻ. അതായത് നിങ്ങളും ഒരു വ്യക്തിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ തന്നെ കേട്ട് നിൽക്കും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ഊട്ടി ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവർക്ക് സംശയങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട് എന്നതാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചു നിന്ന് കേട്ടത്. നിങ്ങളോടിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും അവർക്ക് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് കേട്ട് നിന്നിട്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ആണ്. നമ്മൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമല്ലേ. അതേപോലെ തന്നെയാണ് അവർക്ക് നമ്മളോടൊരു ക്രഷോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നാലാമത്തെ കാര്യമാണ്, നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഒരു ക്രഷും ഇഷ്ടവും ഒക്കെ ഉണ്ട് എന്നതാണ്. ഇനി സ്കൂളിൽ പഠിക്കുന്നവർക്കും കോളേജിൽ പഠിക്കുന്നവർക്കും ഒക്കെ ക്രഷും ഒക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന ഒന്നാണ്. എങ്കിലും ഒരു ക്രഷിന് വേണ്ടിയിട്ട് പഠന കാര്യത്തിൽ മാത്രം ആരും ഉഴപ്പൊന്നും കാണിച്ചേക്കരുത്. ചില ക്രഷൊക്കെ വെറും ടെമ്പററി ആണ്. നാളെ നിങ്ങൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പഠിക്കാൻ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. എപ്പോഴും പഠനത്തിന് മാത്രം പ്രാധാന്യം കൂടുതൽ നൽകുക. ബാക്കിയുള്ളതൊക്കെ പിറകെ വന്നോളും. വീഡിയോ ഇഷ്ടാൽ സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.